ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെസ്മിൻസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാമ്പക്ക നമുക്ക് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതായത് ചാമ്പക്ക പഞ്ചസാരയിൽ വിളയിച്ച് വെക്കാൻ പോവുകയാണ്. പിന്നെ അത് വെച്ചിട്ട് ഞാനൊരു ഷെയ്ക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികം സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാനിവിടെ ഏകദേശം ഒരു 10-25ഓളം ചാമ്പക്ക എടുത്തിട്ടുണ്ട്. അതായത് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 1/2 കിലോ ഉണ്ടാവും. ഇതിപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചൂട് കട്ടിയുള്ള ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം തിളക്കുമ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലാവണം. അതായത് ഒരു ഒറ്റനൂൽ പരുവം. ആ ഒരു ടൈം ആവുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇതുപോലെ ഒരു ഡ്രോപ്പ് താഴേക്ക് ഇങ്ങനെ ഇറ്റി അത് റിട്ടേൺ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ തന്നെ അതൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചാമ്പക്ക, ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ, ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് 1/2 മണിക്കൂറോളം ഒന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചാമ്പക്കയുടെ പുളിപ്പ് മുഴുവനായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ചാമ്പക്കയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ഒരു ഷെയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം ചാമ്പക്ക വെച്ച് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ വിളയിച്ച് വെച്ചിട്ടുള്ളത് എടുത്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. പിന്നെ ഇടയ്ക്ക് നമുക്കിതൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചാമ്പക്കയുടെ ഒരു കളറ് വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും പോരാ, ഒന്നും കൂടി വേവാനുണ്ട്. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റ് 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വേവ്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ മിഠായി ചോദിക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിനി നമുക്ക് ചെറിയ ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ പാത്രത്തിലോ ആക്കി എടുത്തു വെക്കാം. ഞാൻ സാധാരണ ഫ്രീസറിലാണ് വെക്കാറ്. അതിൽ നിന്നാകുമ്പോൾ ആ തണുപ്പോട് കൂടി തന്നെ നമുക്ക് പാലൊഴിച്ച് ഷെയ്ക്ക് അടിക്കോ എന്ത് വേണേലും ചെയ്യാം. എന്നാൽ നമുക്കിത് വെച്ച് ഒരു ഷെയ്ക്ക് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഒരു 3 ഗ്ലാസ് നല്ല തണുത്ത പാലാണ്. ഇതിലേക്ക് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ ചാമ്പക്ക ചേർത്ത് കൊടുക്കാം. ഇതിനങ്ങനെ കൃത്യമായിട്ട് അളവൊന്നുമില്ല, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ സിറപ്പ് വെച്ചിട്ട് തന്നെ ചെറിയൊരു ഡെക്കറേഷൻ ഈ ഗ്ലാസ്സിലൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളുടെ ഷെയ്ക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സിറപ്പ് ഇതിൻ്റെ മുകളിലും ഒഴിച്ചു കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളിയാണ്. ചാമ്പക്കയുടെ ഒരു പീസ് എടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലും ഒന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.